ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ വാർഷിക കരട് ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ ബജറ്റ് അവതരണം നടത്തി. 7,44,630 രൂപ വരവും 54,62,62,332 രൂപ ചെലവും 84,82,298 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ഒരു ബജറ്റാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കുറവാണ് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരുന്ന ചില വിഷയങ്ങളുണ്ടായിരുന്നു. അത് റിവിഷൻ സമയങ്ങളിൽ ഭവന പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നികത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റം ഉറപ്പ് നൽകാൻ കഴിയുന്നതും ത്രിതല സംവിധാനങ്ങളുടെ സ്റ്റേറ്റ് ഷെയറിന്റെ ലോണുകളുടെ എല്ലാം പിൻബലത്തോടു കൂടി ഈ 4 വർഷക്കാലം ഇവിടെ കൊടുത്തിട്ടുള്ള ആകെ വീടുകൾ അത്രയും ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കൊടുക്കുന്ന തരത്തിലാണ് ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക കരട് ബഡ്ജറ്റ് അവതരണം നടന്നു. 55,47,44,630 രൂപ പ്രതീക്ഷിത വരവും 54,62,62,332 രൂപ ചിലവും 84,82,298 രൂപ നീക്കിയിരിപ്പും അടങ്ങുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. റവന്യൂ ചെലവുകളിൽ കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 1,40,61,000 രൂപയും സേവന മേഖലയിൽ വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നതിനും ഘടക സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പൊതുജനങ്ങൾ സേവനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കുമായി 15,48,22,332 രൂപയും പശ്ചാത്തല മേഖലയിൽ റോഡുകളുടെയും പാലങ്ങളുടെയും പൊതുകെട്ടിടങ്ങളുടെയും ഘടക സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കും നിർമ്മാണങ്ങൾക്കുമായി 12,67,62,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ റോഡുകളുടെയും പാലങ്ങളുടെയും ജലാശയങ്ങളുടെയും നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി 6,10,84,000 രൂപയും മറ്റ് സോഫ്റ്റ്വെയറുകളുടെ മെയിന്റനൻസ്, IKM വിഹിതം എന്നിവയ്ക്കെല്ലാം കൂടി 35,69,332 രൂപ ചെലവും പ്രതീക്ഷിക്കുന്നുണ്ട്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താത്ത റോഡ്, കുടിവെള്ളം, കെട്ടിടങ്ങൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി 12 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി 1,10,55,832 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സർക്കാരിന്റെ പ്രധാന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5,89,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം, ബഡ് സ്കൂളിന് സ്ഥലം വാങ്ങൽ, ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് മുകളിൽ ADS തൊഴിൽ പരിശീലന കേന്ദ്രത്തിന് കെട്ടിട നിർമ്മാണം, ഘടക സ്ഥാപനങ്ങളിൽ സോളാർ സിസ്റ്റം സ്ഥാപിക്കൽ, കൃഷിയിടങ്ങളിൽ സോളാർ വേലി സ്ഥാപിക്കൽ, മിശ്ര വിവാഹിതർക്ക് വിവാഹ ധനസഹായം, മാലിന്യം നിക്ഷേപിക്കുന്ന ഇടങ്ങളിൽ CCTV സ്ഥാപിക്കൽ, കുടുംബശ്രീ കലോത്സവം, വിപണനമേളയും എന്നിങ്ങനെ സമസ്ത മേഖലയ്ക്കും പ്രോത്സാഹനം നൽകുന്ന ബഡ്ജറ്റാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, സെക്രട്ടറി ജയലക്ഷ്മി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ KK, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, പ്രതിപക്ഷ നേതാവ് T ഗോപാലകൃഷ്ണൻ, വാർഡ് മെമ്പർമാർ എന്നിവർ ബഡ്ജറ്റിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് ഗോപാലകൃഷ്ണൻ ബഡ്ജറ്റിനെ നഖശിഖാന്തം എതിർത്തു. വികസനം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തപ്പെട്ട ബഡ്ജറ്റല്ല എന്നും ഇതൊരു കോഴി ബഡ്ജറ്റാണ് എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അതെ, നമ്മുടെ തോട് വൃത്തിയാക്കാനൊക്കെ തോടിന്റെ അവസ്ഥ എന്താ? ഈ തോടിന്റെ ഒരു അവസ്ഥ എന്താ? പാടും തോടും കൂടി തിരിച്ചറിയോ? അതൊന്ന് വൃത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതുപോലില്ല. അതുപോലെ കുടിവെള്ളത്തിന്റെ എത്ര കോളനികള് വർഷങ്ങളായിട്ട് വെള്ളം കിട്ടാതെ പൈസ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ ചേലക്കര പഞ്ചായത്തിലുണ്ട്. 2.5 വർഷക്കാലം ചേലക്കര ടൗണിലെ ആളുകൾ വെള്ളം കുടിക്കാതെ, വെള്ളം കിട്ടാതെ ഇരുന്നു. എന്ത് നടപടി സ്വീകരിച്ചു? അവസാന ഘട്ടത്തിൽ
4-ാം വർഷം പൂർത്തീകരിച്ച് 5-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇനി ഞങ്ങൾ വലിയൊരു മായാജാലം സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ഈ ചേലക്കരയിലെ ജനങ്ങളെ പറ്റിക്കാനും കബളിപ്പിക്കാനുമുള്ള ബഡ്ജറ്റാണ്. ഇതൊരു ജനകീയ ബഡ്ജറ്റല്ല, പാവങ്ങളുടെ ബഡ്ജറ്റല്ല, യുവാക്കളുടെ ബഡ്ജറ്റല്ല. ഈ ബഡ്ജറ്റ് പരിപൂർണ പരാജയമാണ് എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കാനുള്ളത്. ഇനിയും തെറ്റുകളുണ്ട്, ആ തെറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. തിരുത്താൻ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് സമയം കുറവാണ്. നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി നമ്മൾ ഇവിടെ ഇറങ്ങിപ്പോവും. ഈ ബഡ്ജറ്റും ഈ വാക്കും ഇതിവിടെ ഉണ്ടാവും എന്ന് മാത്രം. കഴിഞ്ഞു പോയ ഈ ബഡ്ജറ്റിലെ ഈ ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ വീണ്ടും അക്കങ്ങളിട്ട് അക്ഷരങ്ങളിട്ട് അമ്മാനമായി ചേലക്കരയിലെ ജനങ്ങളെ വിഡ്ഢികളാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ആത്മധൈര്യം ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് വൈസ് പ്രസിഡന്റ് ഷലീൽ രംഗത്ത് വന്നു. ഒരു ഊഹക്കണക്കല്ല, 239 ഇവിടെ കൊടുത്ത കണക്കാണ്. SC പണി പൂർത്തീകരിച്ചത് 82-ഉം ജനറൽ പണി പൂർത്തീകരിച്ചത് 48-ഉമാണ്. അദ്ദേഹം പറഞ്ഞ 42-ാണ്. 4 ലക്ഷം കൊടുത്ത കണക്കാ പറഞ്ഞു. പിന്നെ പറഞ്ഞതോ ഈ 2 കൊല്ലം കൊടുത്ത പണം, പറഞ്ഞ വാക്കുകൾക്ക് ഒരു മാറ്റവും ഇല്ല. വീണ്ടും ആവർത്തിക്കുന്നു, 2 കൊല്ലം കൊണ്ട് 230 വീട് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ലൈഫിൽ കൊടുക്കുകയും 53 വീട് PMIയിൽ കൊടുത്തു എങ്കിൽ അത്രയും വീടുകൾക്ക് 2 കൊല്ലം കൊണ്ട് വെച്ച തുക PMIയും കൂട്ടി 1,98,00,000 രൂപ വകയിരുത്തിയെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു 40,000 രൂപയാണ് പഞ്ചായത്തിന്റെ വിഹിതം. ആ 40,000 രൂപ പൂർണ്ണമായി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ 237 വീട് കൊല്ലം കൊടുക്കാൻ കഴിയും. അതിൽ ബ്ലോക്കിന്റെയോ ജില്ലാ പഞ്ചായത്തിന്റെയോ വിഹിതം കുറഞ്ഞാൽ ആ തുകയും കൂട്ടി 80,000 ആക്കണം. അപ്പോൾ മാത്രമേ ആ 237 എന്ന് പറഞ്ഞത് കുറയുള്ളൂ. ഒരു കള്ളവുമില്ല, ഒരു ചതിയില്ല. പിന്നെ സംസാരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിലും ഒരിക്കലും പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയ ഉത്തരവാദിത്തം വഹിക്കുന്ന അദ്ദേഹം ഒരിക്കലും CPM-ന്റെ 12 അംഗങ്ങൾ ഉള്ള ഒരു ഭരണസമിതിയെ 22 അംഗ ഭരണസമിതി എന്നാ പറയാ, 12 ആളുകൾ കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള പറയുമ്പോൾ പറയാം അവരല്ലെങ്കിൽ ഇവിടെ CPM ഭരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ കോൺഗ്രസിന്റെ പ്രതിനിധി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് സ്വീകരിക്കുമെന്ന് ചിന്തിക്കാനുള്ള മൂഢത ഇല്ല. ഒന്ന്. CCV ന്യൂസ് ചേലക്കര.